ഭാഗം 17. ഒരു നിമിഷം അവൻ്റെ മറുപടിയിലൊന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു അവളും. അവൻ തന്നെയാണോ പറയുന്നതെന്ന സംശയം തോന്നിയിരുന്നു. ഗൗരവത്തിൻ്റെ മുഖം മൂടിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുവൻ അവൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊന്ന് കേട്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. എൻ്റെ സ്നേഹത്തിന് ഒരൊറ്റ അവകാശി മാത്രമേ ഉള്ളൂ, അത് അനന്തുവേട്ടൻ മാത്രമാണ്. എത്ര കാലമായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണെന്നോ. പെട്ടെന്ന് തൻ്റെ പ്രണയത്തെപ്പറ്റി അവൾ വാചാലമാവുകയായിരുന്നു. ഈ വട്ടം അത് കേൾക്കാൻ അവനും ഉത്സാഹമായിരുന്നു. ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതിയോ? മതി. അവൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ ഇരുന്നു പോയിരുന്നു. ഏതോ ഒരു മധുരമായ ഓർമ്മയിൽ മുഴുകി. അങ്ങനെ അവൻ്റെ നെഞ്ചിലൊരു മേളമായിരുന്നു, അതിൻ്റെ താളമോ ദിവ്യയും. അന്ന് വൈകിട്ട് കലശലായ വയറുവേദനയോടെയായിരുന്നു അവൾ വീട്ടിലേക്ക് വന്നിരുന്നത്. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഏലക്കയും ചുക്കുമുലുവയും ഇട്ട് അവൾക്ക് വേണ്ടി മാത്രമായി തയ്യാറാക്കിയ കാപ്പിയുമായി എത്തിയപ്പോൾ വയറുവേദനയ്ക്ക് ശമനം കിട്ടിയിരുന്നു. ഇതിനിടയിൽ അനന്തുവിനെ വിളിക്കാൻ അവസരം ഒത്തു വന്നിരുന്നില്ല. ചേച്ചിയും കുഞ്ഞുമോളുമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവുക. ഒറ്റയ്ക്കുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. അതിനാലൊന്ന് സംസാരിക്കണമെന്ന് അവൾക്ക് മോഹമുണ്ടായിരുന്നുവെങ്കിലും നടന്നില്ല. അവനാണെങ്കിൽ അവളുടെ ഫോൺ വരാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങോട്ടേക്ക് വിളിച്ചാലോ എന്ന് പോലും തീരുമാനിച്ചു. 9 മണി കഴിഞ്ഞിട്ടും അവൾ വിളിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ആണെന്ന മറുപടി അവനെ തളർത്താൻ കെൽപ്പുള്ളതായിരുന്നു. ആ രാത്രിയിൽ ഉറക്കം അവനെ തഴുകിയില്ല. കുറച്ചു കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു മിസ്ഡ് കോൾ കിടക്കുന്നത് കണ്ടു. ആവേശത്തോടെ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോഴാണ് അത് വിവേകിൻ്റെ ആണെന്ന് അവന് മനസ്സിലായത്. എന്തു ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. അവസാനം അവനത് അറ്റൻഡ് ചെയ്തു. ഹലോ അനന്തു, എന്തായി കാര്യങ്ങളൊക്കെ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്പം ഗൗരവത്തോടെ തന്നെയാണ് അനന്തു പറഞ്ഞത്. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, വിവേക് പറഞ്ഞു. ഞാൻ നാളെ തിരിച്ചു പോവാണ്. 1 വർഷം കഴിഞ്ഞിട്ടേ ഇവിടേക്ക് തിരിച്ചു വരും. അതിനിടയിൽ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായാലും താനെന്നെ വിളിച്ചറിയിക്കണം. മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് ആ നിമിഷം അനന്തുവിന് തോന്നിയത്. എങ്കിലും അവൻ തിരികെ പോകുമെന്ന വാർത്ത അവനിലൊരു സന്തോഷമുണ്ടാക്കിയിരുന്നു. തനിക്ക് കാശ് വല്ലതും വേണോ? അത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തരാനൊന്നും പറ്റില്ല. എനിക്ക് കാശൊന്നും വേണ്ട, താല്പര്യമില്ലാതെയാണ് അവൻ മറുപടി പറഞ്ഞത്. ഓക്കെ, ഗുഡ് ആറ്റിറ്റ്യൂഡ്. ആദ്യം ജോലി, പിന്നെ കൂലി. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇനി വരുമ്പോൾ ഞങ്ങളുടെ കല്യാണമുണ്ടാവും. അതിനു മുൻപ് എന്തെങ്കിലും ഉണ്ടാക്കി അവളോട് പിണക്കമുണ്ടാക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ് കേട്ടോ. അവൻ്റെ ആ മറുപടി അനന്തുവിനെ തളർത്താൻ കഴിയുന്നതായിരുന്നു. അവൾ ഇനിയില്ലായ്മ എന്ന് തനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് അവൻ കുറച്ച് സമയങ്ങൾക്ക് മുൻപേ തന്നെ മനസ്സിലാക്കിയിരുന്നു. കാണാതിരിക്കുമ്പോൾ, മിണ്ടാതിരിക്കുമ്പോൾ ഈ നെഞ്ചാണ് പിടയുന്നത്. അവളോട് സംസാരിക്കാതെ, അവളുടെ വിവരങ്ങൾ അറിയാതെ തനിക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല. അപ്പോഴാണ് 1 വർഷം കഴിഞ്ഞ് അവളെ സ്വന്തമാക്കുമെന്ന് മറ്റൊരുവൻ പറയുന്നത്. അവൾ തൻ്റെ മാത്രമാണെന്ന് ഹൃദയം വിളിച്ചു പറഞ്ഞു. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എന്തൊരു നിസ്സഹായാവസ്ഥയാണിത്. അല്ലെങ്കിലും ഇന്നോളം മനുഷ്യൻ മുറിവേറ്റപ്പെട്ടിട്ടുള്ളത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ശരിയെന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താനെൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഈ കോള് കട്ട് ചെയ്യുമ്പോൾ ആ നമ്പർ മെസ്സേജ് ചെയ്തേക്കാം. അതും പറഞ്ഞ് വിവേക് ഫോൺ കട്ട് ചെയ്തപ്പോഴും അനന്തു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇനി പിരിയുകയെന്നാൽ മരണമാണെന്ന് അവനും വ്യക്തമായി അറിയാമായിരുന്നു. അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലാം കൊണ്ടും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അത്. ഒരു വശത്ത് അവളുടെ സ്വരം കേൾക്കാത്തതിലുള്ള പരിഭവത്തിൽ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരുന്നു. മറുവശത്ത് വിവേകിൻ്റെ വാക്കുകൾ അവനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചുഴിയിൽ അകപ്പെട്ടതുപോലെയാണ് അവന് തോന്നിയത്. എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. അവളോടെല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ താനൊരു ചതിയനായിരുന്നുവെന്ന് അറിഞ്ഞാൽ അവൾ തന്നിൽ നിന്നും അകന്നു പോയാലോ എന്നൊരു സ്വാർത്ഥത തന്നെ കീഴടക്കുന്നത് അനന്തു അറിഞ്ഞിരുന്നു. ഇല്ല, അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല. തൽക്കാലം അവൾ ഒന്നും അറിയണ്ട. സമയവും സാഹചര്യവും ഒത്തുവരുന്ന നിമിഷം അവളോട് താനത് തുറന്നു പറയും. അന്ന് അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിലും അവളുടെ അനന്തുവേട്ടനെ അവൾക്കല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു വിശ്വാസത്തിൽ അടിവരയിട്ടു അനന്തു. ഓരോന്നാലോചിച്ച് വെളുപ്പിനെ എപ്പോഴോ ആണ് ഉറങ്ങിയത്. കാലത്ത് തന്നെ ഫോണടിക്കുന്ന ബെല്ല് കേട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. പ്രതീക്ഷ തെറ്റിയില്ല, അവൾ തന്നെയായിരുന്നു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു. ഹലോ അനന്തുവേട്ട, ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. അമ്മയുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഒരു മെസ്സേജ് അയച്ചുകൂടെ? ഞാൻ എന്ത് ടെൻഷൻ അടിച്ചു എന്നറിയോ? അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആവലാതി അവൾക്ക് മനസ്സിലായിരുന്നു. സോറി അനന്തുവേട്ട, എപ്പോഴാണ് കാണാൻ പറ്റുക? അവനായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. വൈകുന്നേരം വായനശാലയിൽ.
അതിന് പുറകിൽ ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ അധികം ആരും വരാത്ത സ്ഥലമാണ്. കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് തൊട്ടു പുറകിൽ ഉണ്ട് ചെറിയൊരു ഗ്രൗണ്ട്. അവിടെ ഞാൻ ഇരിക്കാം. അവിടേക്ക് വരണം. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരിയാണത് കേട്ടാ. അത് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നത്. വൈകുന്നേരം ബെല്ലടിച്ചപ്പോൾ വല്ലാത്ത തിരക്കായിരുന്നു. ബസ്സിലേക്ക് കയറുന്നതിന് മുൻപ് ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിൽ പോയി കയ്യിൽ കരുതിയിരുന്ന കണ്ണാടി നോക്കി മുടിയൊന്ന് ശരിക്ക് ചീകി ഒതുക്കി വെച്ചു. ഒപ്പം പോൺസിൻ്റെ ചെറിയ ടിൻ പൗഡറിൽ നിന്നും ഒരല്പം എടുത്ത് മുഖത്തിടാനും മറന്നില്ല. എന്തായിരിക്കും അവന് തന്നോട് പറയാനുള്ളത് എന്ന ചോദ്യമായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞത്. വായനശാലയിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് പതിവിലും വേഗത കൂടുന്നത് അവൾ അറിഞ്ഞിരുന്നു. ഞാൻ വരണ്ടേ? ഒരു തമാശയോടെയാണ് നീതു അത് ചോദിച്ചത്. വേണ്ട, ഞാൻ പൊക്കോളാം. നാണത്തോടെയുള്ള മറുപടി. ശരി ശരി, ഞാൻ സ്വർഗത്തിലേക്ക് അട്ടുറുമ്പാകുന്നില്ല. ചെറുചിരിയോടെ നീതു യാത്ര പറഞ്ഞപ്പോൾ വീണ്ടും ആകാംക്ഷയോടെ വായനശാലയ്ക്ക് പിറകിലുള്ള ഗ്രൗണ്ടിലേക്ക് അവൾ നടന്നു. അവിടെ എത്തുമ്പോൾ കൃത്യമായി പറഞ്ഞിടത്ത് ആളിരിപ്പുണ്ട്. എന്തോ ചിന്തിച്ച് അരികിലേക്ക് ചെന്നിരുന്നു ദിവ്യ. തൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് എന്നതുപോലെ അല്പം ചേർന്നിരുന്നു അവൻ. ഒരു നിമിഷം അവളിൽ വല്ലാത്ത അമ്പരപ്പുണ്ടായിരുന്നു. അതോടൊപ്പം അവൻ്റെ ചൊടിയിൽ മിന്നി നിന്നിരുന്ന പുഞ്ചിരിയും. അവളുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ തന്നിൽ നിറഞ്ഞ ധൈര്യം മുഴുവൻ എവിടേക്ക് പോകുന്നത് അവൻ അറിഞ്ഞിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. നിനക്ക് എങ്ങനെയുണ്ട്? അവൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? അല്പം മടിയോടെയാണ് അവനത് ചോദിച്ചത്. വലിയ കുഴപ്പമില്ല, തെല്ല് നാണത്തോടെ അവൾ പറഞ്ഞു. എന്താണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തോ അത്യാവശ്യമുള്ള കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആകാംക്ഷ നിറഞ്ഞ ചോദ്യം. അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്നോട് പറയാതിരുന്നാൽ സമാധാനം കിട്ടില്ല. എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കും അത്. ഒരു തുടക്കമെന്ന നിലയിൽ അവൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. എന്നോട് എന്ത് കാര്യവും തുറന്നു പറയാൻ അനന്തുവേട്ടന് മടി വേണ്ട. അവൾ ധൈര്യം പകർന്നു. പക്ഷെ പറയുമ്പോൾ നീ എന്നെ വെറുക്കില്ലെന്ന് ഉറപ്പ് പറയണം. എന്താണ് അനന്തുവേട്ട ഇത്? ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അനന്തുവേട്ടനെ വെറുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യമറിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണെന്നുള്ളതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോയെന്ന്? ഇല്ല, ദൃഢമായിരുന്നു അവളുടെ മറുപടി. എന്നാൽ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വലുതായി ഞാൻ സ്നേഹിക്കുന്നത് ഇപ്പോൾ നിന്നെയാണ്. അവൻ്റെ ആ വാക്കുകളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചിരുന്നു അവളിൽ. ഏറെ ആഗ്രഹിച്ച ഒരാളിൽ നിന്നും കേട്ട ആ വാക്കുകൾ അതവളിൽ പടർത്തിയ ആനന്ദത്തിന് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. പക്ഷെ നിന്നോട് ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഇഷ്ടമായി നിന്നോട് സംസാരിക്കുമ്പോഴും ഒരു തരിമ്പ് പോലും സ്നേഹം നിന്നോട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവൻ്റെ വെളിപ്പെടുത്തൽ അത് അവളിൽ നിറച്ചത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. നടന്ന കാര്യങ്ങളെല്ലാം അവളോടവൻ പറഞ്ഞപ്പോൾ ആ വിടർന്ന മിഴികൾ നിറയുന്നതും അതിൽ നിന്നും നീർമണികൾ പൊഴിയുന്നതുമൊക്കെ അനന്തു അറിഞ്ഞിരുന്നു. ഹൃദയത്തിൽ എവിടെയോ ഒരു കഠാര കൊണ്ട് കുത്തി നോവിക്കുന്നത് പോലെ അവന് തോന്നി. താൻ കാരണം ഈ മിഴികൾ നിറഞ്ഞല്ലോ എന്ന ഒരു കുറ്റബോധം അവനെ മൂടി. എൻ്റെ അവസ്ഥ കൊണ്ടാണ്. ഞാനൊരു കൂലിക്കാരനായിരുന്നു. ഞാൻ പണത്തിന് വേണ്ടി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. ഏതോ ഒരു നശിച്ച നിമിഷത്തിൽ സംഭവിച്ചു പോയതാ. ഇതിൻ്റെ പേരിൽ നിനക്ക് വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ നിനക്കെന്നെ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ഇപ്പോൾ ഈ ലോകത്തിൽ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും എനിക്ക് മൂല്യമുള്ളത് നീയും നിൻ്റെ സ്നേഹവും മാത്രമാണ്. വേണമെങ്കിൽ എനിക്ക് നിന്നോട് മറച്ചു വയ്ക്കാമായിരുന്നു. പക്ഷെ ഒരു കളങ്കവുമില്ലാതെ നിൻ്റെ മുൻപിൽ സംസാരിക്കണമെന്നും നിന്നെ സ്നേഹിക്കണമെന്നും എനിക്ക് തോന്നി. എൻ്റെ സ്നേഹത്തിൽ ഇപ്പോൾ നിനക്ക് വിശ്വാസമുണ്ടായിരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഹൃദയം മുഴുവൻ നീ മാത്രമേ ഉള്ളൂ ദിവ്യ. ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് ദിവ്യയാണ്. ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണിൽ നിന്ന് മടർന്നു തുടങ്ങിയ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ ഹൃദയത്തിൽ നീണം പകർത്തുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അവളിൽ നിന്നും ഒരു തേങ്ങൽ കൂടി ഉയർന്നതോടെ അവൻ വല്ലാതെയായിപ്പോയി. ആശ്വസിപ്പിക്കുവാൻ പോലും സാധിക്കാതെ നിസ്സഹായനായി നിന്നുപോയവൻ. എന്നോട് ദേഷ്യമാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഒന്ന് അടിച്ചോ ദിവ്യ. ഒരു കുറ്റവാളിയെപ്പോലെ പറയുന്നവനെ കണ്ടവൾ വീണ്ടും കരഞ്ഞുപോയിരുന്നു. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അത് വീണ്ടും മറച്ചുവെച്ച് നിന്നോട് തെറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ തുറന്നു പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാൻ തയ്യാറാണ് ദിവ്യ. അവളുടെ കാലിലേക്ക് കൈകൾ കൊണ്ടുവന്നപ്പോൾ ഒരു നിമിഷം അവൾ എഴുന്നേറ്റ് പോയിരുന്നു. കരഞ്ഞുകൊണ്ട് അവളുടെ മൂക്കും കണ്ണുമൊക്കെ വല്ലാതെ ചുവന്നിരുന്നു. ആ കണ്ണുകളോടെ അവനെ നോക്കി അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് വന്ന് മുറുകെ അവനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവൻ പോലും അമ്പരന്ന് പോയിരുന്നു.
ഒന്നും പറയാതെ കുറച്ചു സമയം പൊട്ടിക്കരഞ്ഞു അവൾ. അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. ആശ്വാസവാക്കുകളൊന്നും അവളുടെ വേദനയ്ക്ക് പകരമാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനൊന്നും പറഞ്ഞില്ല. ഉള്ളിലെ വേദന അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി. അവളുടെ തലമുടിയിൽ എപ്പോഴോ അവൻ്റെ വിരലുകൾ ആർദ്രമായി തലോടി. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്തോ പറയാൻ തുടങ്ങിയവൻ്റെ വായ പൊത്തിക്കളഞ്ഞിരുന്നു ദിവ്യ. ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു, ഒന്നും പറയണ്ട. എനിക്കറിയാം, ആദ്യമൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന്. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മനസ്സ് മറ്റാരേക്കാളും എനിക്കറിയാം. ഒരുപാട് നാളത്തെ പ്രണയമൊന്നും എനിക്ക് അവകാശപ്പെടാനില്ലെങ്കിലും, എന്നോട് ഇങ്ങോട്ട് അലിവോടി ഒരു നോട്ടം പോലും വന്നിട്ടില്ലെങ്കിലും, ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ ചാലിച്ചൊരു ബന്ധമുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവാത്ത ആളല്ല അനന്തുവേട്ടൻ. എൻ്റെ മുൻപിൽ ഇനി ഒരു കുറ്റവാളിയെ പോലെ നിൽക്കണ്ട. വേണമെങ്കിൽ ഇത് മറച്ചു വയ്ക്കായിരുന്നല്ലോ. പക്ഷെ മറച്ചു വെച്ചില്ല, തുറന്നു പറഞ്ഞല്ലോ. എനിക്കറിയാം ഇപ്പോൾ ഈ ലോകത്തിൽ എന്നേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടായിരിക്കില്ലെന്ന്. 100% ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അതിലുണ്ട് എനിക്കുള്ള മറുപടി. ഞാൻ തീരെ ചെറുതായി പോകുന്നത് പോലെയാണ് അനന്തുവിന് തോന്നിയത്. അവൻ കാണുകയായിരുന്നു ബാഹ്യ സൗന്ദര്യത്തിനും അപ്പുറമുള്ള അവളുടെ മനസ്സിൻ്റെ സൗന്ദര്യം. അവൾ തന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തന്നോടൊന്ന് പിണങ്ങിയിരുന്നുവെങ്കിൽ ഇത്രയും വേദനയുണ്ടാകുമായിരുന്നില്ല. തന്നെ മനസ്സിലാക്കുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അവിടെ താനാണ് ചെറുതായതെന്ന് അവന് തോന്നി. ഇത്രയും തന്നെ സ്നേഹിക്കുന്ന, ഇത്രയും തന്നെ മാത്രം വിചാരിക്കുന്ന ഒരുവളോട് എങ്ങനെ തനിക്ക് ഈ ക്രൂരത ചെയ്യാൻ തോന്നി? അങ്ങനെയാണ് ആ നിമിഷം അവന് തോന്നിയത്. തന്നെ ഒന്ന് കുറ്റപ്പെടുത്താൻ അവൻ്റെ മനസ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു. എന്നെ ഇഷ്ടമായതിനു ശേഷമുള്ള കാര്യങ്ങൾ മാത്രം എനിക്കറിഞ്ഞാൽ മതി. അനന്തുവേട്ടന് ഇപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിനു മുൻപായിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരം വന്നതായിരുന്നു എന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും അനന്തുവേട്ടന് ഇഷ്ടം എന്നെയാണെന്ന് തുറന്നു പറഞ്ഞ ഈ നിമിഷം, അതുമാത്രം മതി എനിക്ക് എന്നും ഓർക്കുവാൻ. ഒട്ടും ഉറക്കം വരാത്ത രാത്രികളിൽ ഈ വാക്കുകൾ എൻ്റെ കാതിൽ നിറഞ്ഞു നിൽക്കണം. സാരമില്ല, പറ്റിപ്പോയതല്ലേ. എങ്കിലും എന്നോട് തുറന്നു പറഞ്ഞല്ലോ. നമുക്കിനിയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. ഒരിക്കലും ഇത് പറഞ്ഞ് ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്തില്ല. ഒരു കാലത്തും. എനിക്ക് മനസ്സിലാവും, തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമല്ലേ. അത് തിരുത്താൻ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മളൊക്കെ കുറച്ചുകൂടി നല്ല വ്യക്തികളാവുന്നത്. സംഭവിച്ച തെറ്റ് എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ അത് പകുതി തിരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഒരു വാക്കെനിക്ക് തരണം. അവളത് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ. അവൾ പറയുന്ന എന്തിനും സമ്മതം നൽകാൻ അവൻ്റെ ഹൃദയം ഒരുക്കമായിരുന്നു. എങ്കിലും തനിക്ക് വേണ്ടി അവൾ ചോദിക്കുന്ന ഒരു വാക്ക് എന്തായിരിക്കുമെന്നായിരുന്നു അവൻ്റെ ആകാംക്ഷ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.